ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് മൈദപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെയാണോ ഉണ്ടാക്കിയതെന്ന്. എന്നല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള റവ വെച്ചിട്ടാണ്. മാങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കേക്കാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കണം. അതിനകത്തോട്ട് ഞാൻ 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത റവയാണ്, നിങ്ങൾക്ക് വറുക്കാത്ത റവയും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റവ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അതായത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ ഒരിക്കലും നമ്മൾ മൈദപ്പൊടി ഗോതമ്പ് പൊടി ഉള്ള പോലെ വളരെ സോഫ്റ്റോ നൈസായിട്ട് വരത്തില്ല, കുറച്ച് തരി കാണും, അത് കുഴപ്പമില്ല. അപ്പം ഇതിനകത്തോട്ട് നമുക്കിനി ചേർക്കേണ്ടത് മാങ്ങയാണ്. ഞാൻ ഒരു മാങ്ങയുടെ പൾപ്പാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഒരു മാങ്ങ എല്ലാം ചെത്തി നമ്മൾ മിക്സ് ചെയ്ത ചെറിയ ജാറിനകത്തോട്ട് ഇടുക. അതോടൊപ്പം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര അന്നേരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുന്നില്ല. മാങ്ങ അടിക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 1/2 കപ്പ് മാങ്ങയാണ്, ഞാൻ മാങ്ങയുടെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഓയിലാണ്. നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് പാല്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ഇതിനകത്ത് കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇത്ര കാര്യങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ചേർത്തിട്ടില്ല. ഞാൻ ആ ഒരു മാങ്ങയിൽ പഞ്ചസാര ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ഞാനത് മിക്സിയിൽ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്കറിയാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പും കൂടെ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഈ രീതിക്ക് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പാലെടുത്ത അളവ് ആദ്യം 1/2 കപ്പ് എടുത്തു, പിന്നീട് 1/2 കപ്പും കൂടെ ഒഴിച്ചു. അങ്ങനെ മൊത്തം 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര തന്നെ വേണമെന്ന് വരില്ല. നമ്മൾ എടുക്കുന്ന നമ്മുടെ റവയുടെ ഒരു എന്താ പറയുക, ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂടുതലും കുറവൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഓരോ രീതിയല്ല, ഓരോ വ്യത്യാസപ്പെട്ടിട്ടല്ലേ ഇരിക്കുന്ന റവയെല്ലാം. അപ്പം അങ്ങനെ ഇനി ഇതാ ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇരിക്കണം. എങ്കിലാണ് റവയൊക്കെ ഈ ഒരു പാലിലും മാങ്ങയുടെ പൾപ്പിലും ഒക്കെ ഇരുന്ന് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം നേരത്തെ നമ്മൾ ഒഴിച്ച പോലെയല്ല, കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഓവർ ചെയ്ത് മിക്സ് ആക്കരുത് കേട്ടോ, ഓവർ മിക്സിങ് പാടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു കൊച്ചു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അല്പം ഒരു 1/4 കപ്പിന് തൊട്ട് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം, 2 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ പൊടി, മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് ഇടാനുള്ള കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് അടിയിലോട്ട് അടിഞ്ഞു കിടക്കും ഈ ഒരു ട്യൂട്ടി ഫ്രൂട്ടി. നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരം വേണമെങ്കിൽ ഉണക്കമുന്തിരി എടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണമെന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും നമുക്ക് ചേർക്കണം കേട്ടോ. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒന്നെന്നുള്ളത് 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാം, അത് കുഴപ്പമില്ല. ബേക്കിംഗ് സോഡ പക്ഷേ 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് ഇടയ്ക്ക് ഒരു നുള്ളു ഉപ്പ് അങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി. അത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റവ മിക്സിയിൽ അടിച്ച സമയത്ത് അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തെന്നാലും ഓക്കെയാണ്. അപ്പോൾ പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. ഒന്ന് നമ്മൾ മാങ്ങപ്പഴം അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കാതെ പഞ്ചസാരയും അതുപോലെ മാങ്ങയുടെ കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ പൾപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞതെന്ന്. ഇനി അത് ഒരു രീതി. രണ്ടാമത്തെ രീതി, നമ്മൾ മിക്സിയിൽ പഴം മാത്രം വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. എന്നിട്ട് പഞ്ചസാര നമ്മൾ ഈ ഓയിലൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചുവല്ലോ, ആ ഒരു സമയത്ത് വേണമെങ്കിലും അതിനകത്ത് ചേർക്കാം. ഇനി ഞാനിത് ഇതുപോലെ ഒരു കേക്കിൻ്റെ ഒരു ടിന്നിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്ത് ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ പൊടി
ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് വിട്ട് അതായത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതാ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി അങ്ങ് വെള്ളം പോലെയോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് ഇരിക്കരുത്, ഈ ഒരു രീതിക്ക് വേണം. പിന്നെ നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ എങ്ങാനും ഉണ്ടാക്കാം എന്ന് അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാക്കാം എന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ റവ വീണ്ടും ഈ ഒരു നമ്മൾ ഒഴിച്ച പാലൊക്കെ കുടിക്കും, വീണ്ടും കട്ടിയാവും. അന്നേരം നിങ്ങൾ വീണ്ടും പാൽ ഒഴിക്കേണ്ടി വരും ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ഉടനെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യും വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പും കൂടെ പാല് ചേർത്തിട്ട് ഉടനടി കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തട്ടി കൊടുക്കാം. ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും ഒന്ന് ലെവലായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓവനല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രം, കുഴിയുള്ളൊരു പാത്രം, ഇത് കേക്കിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു പാത്രമാണ്. അതാണ് ഇതിൻ്റെ കോല എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ടൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. ഞാനിത് ഏകദേശം ഒരു 8 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു, അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം തെളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത് ചൂടാണെന്നുള്ളത്. ഇനി നമ്മുടെ പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊരു നമ്മുടെ മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സാധാരണ മൂടികയിലൊക്കെ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടയൊക്കെ കാണുമല്ലോ ആവി പോവാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിത് ഓവൻ്റെ ഒരു ഉദ്ദേശമായതുകൊണ്ട് ആ ഒരു ഓട്ടയ്ക്കകത്തോട്ട് ഇതുപോലെ ഒരു പേപ്പർ തിരുകി കൊടുക്കുക. അപ്പോൾ അത് ഓവൻ്റെ പോലെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് മൂടിയെ തുറന്ന് നമ്മൾ കുറച്ച് പിസ്ത കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ മഞ്ഞയും പച്ചയും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഈ പിസ്ത ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലോ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കാനും മറക്കരുത്. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ 40 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇവിടെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളു വെന്തോന്ന് അറിയാനായിട്ട് ഞാൻ ഒരു സ്ക്വയർ എടുത്തു, കുത്തി നോക്കി. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് തന്നെ ചൂടാറണം. കേക്കൊക്കെ എപ്പോഴും അങ്ങനെയാണ്, ചൂടാറിയതിന് ശേഷം മാത്രമാണ്. അത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും മുഴുവൻ ചൂടാറാനായിട്ട് ചിലപ്പോൾ വേണ്ടി വരും ചില കേക്കുകൾക്ക്, ഉള്ളൊക്കെ നന്നായിട്ട് ചൂട് മാറാനായിട്ട്. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിവിച്ച് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ സൈഡൊക്കെ വിടിവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, ഒരു പാത്രം എടുക്കുക, ഇതുപോലെ ഒന്ന് വെക്കുക, കമഴ്ത്തി എടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുറകിലൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് അത് വിട്ട് പോരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു തിക്നെസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ഓവനോ അല്ലെങ്കിൽ മുട്ട, തൈര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാതെ ഒരു റെസിപ്പി ചെയ്യണമെന്ന് കുറേ നാളായിട്ട് എനിക്ക് വരുന്നൊരു കമൻറ്റാണ്. എങ്ങനെയാണ് മുട്ടയും തൈരൊന്നും ഇല്ലാതെ ഒരു റെസിപ്പി, ഒരു കേക്ക് റെസിപ്പി, അതും ഓവനില്ലാതെ ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ് ആ റെസിപ്പി. ഇപ്പം നാട്ടിലൊക്കെ മാങ്ങ കിട്ടുന്ന ഒരു സമയമല്ലേ, അപ്പം നമുക്ക് ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ മാങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെ മാങ്ങ എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കി പാല് കൂടുതൽ ചേർത്ത് ഓയിൽ അന്നേരം കുറച്ച് അളവ് കൂട്ടണം. ആരാന്നുള്ളത് ചിലപ്പോൾ 1/4 കപ്പ് ഓയിലായിട്ട് നമുക്ക് ഒഴിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് എടുക്കാം. ബട്ടർ പേപ്പർ ഞാൻ കുറച്ചങ്ങ് എടുത്ത് കഴിയുമ്പോൾ ഇത് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ, താഴെ ഇങ്ങനെ നമ്മുടെ ടൂറ്റി ഫ്രൂട്ടി അങ്ങനെ അടിഞ്ഞു കെടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. 2-3 എണ്ണം കാണാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിങ്ങനെ ഒത്തിരി അങ്ങ് അടിഞ്ഞു കെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മിക്സ് ചെയ്യാത്ത പക്ഷം നമ്മുടെ ഈ എല്ലാ ടൂട്ടി ഫ്രൂട്ടിയും താഴോട്ട് ഇങ്ങനെ അടിഞ്ഞു കിടന്ന് നമുക്ക് കടിക്കാൻ പോലും കിട്ടത്തില്ലാത്തൊരവസ്ഥയാവും. അപ്പോൾ നിങ്ങളെപ്പോഴും അങ്ങനെ ഡ്രൈ നട്ട്സ് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സ്പോഞ്ച് കേക്കെന്നോ ടീ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അത്രയും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് വന്നിരിക്കുന്നത്. അത് മാങ്ങയുടെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മണവും അത്രയും സ്വാദുമായിരുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ലോക്ക്ഡൗൺ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിലെ മുറ്റത്തൊക്കെ ഒരു മാവുണ്ട്, ഒരു മാങ്ങയൊക്കെ പറിച്ച് പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.